ഹോർമൂസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വീണ്ടും പശ്ചിമേഷ്യ യുദ്ധക്കളത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം ലോകം ചോദിക്കുന്നു. ആക്രമണങ്ങളിൽ കപ്പലുകൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. എത്രയും വേഗം ഇറാൻ കരാറിൽ ഏർപ്പെടണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയാണ്. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച ഇറാനെ വിമർശിച്ചുകൊണ്ടാണ് ട്രംപ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ അമേരിക്കയുടെ കപ്പലുകൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും ആക്രമണം നടത്തി ഇറാന് കനത്ത നാശനഷ്ടമുണ്ടായി എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും നിമിഷ നേരം കൊണ്ട് പ്രതിരോധിച്ചു എന്നും ട്രംപ് പറയുന്നുണ്ട്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് പ്രതികരണം നടത്തിയത്. അമേരിക്കയുടെ ആക്രമണത്തെ കുറ്റപ്പെടുത്തി ഇറാനും അതേസമയം രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്ക ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഇറാന്റെ ആരോപണം. സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ US നടപടികൾ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുകയാണ്. ഹോർമൂസിൽ സംഘർഷാവസ്ഥ രൂപപ്പെടുന്നത് ലോകത്തെ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും വലിയ ആശങ്കയാണ്. കാരണം വീണ്ടും പല പ്രതിസന്ധികളിലേക്കും ലോകരാജ്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ തക്ക ശേഷിയുള്ള ഒരു സംഘർഷമാണോ അവിടെ രൂപപ്പെടുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ട്രംപ് ആണെങ്കിൽ പിടിച്ചു പിടിയാലെ നിൽക്കുകയാണ്. ഇറാൻ അതിൽ കൂടുതൽ വാശി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷാവസ്ഥ ഒന്ന് അവസാനിക്കണേ എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേസമയം US ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചയ്ക്കായി പുതിയ 14 നിർദ്ദേശങ്ങൾ കൈമാറിയിരിക്കുകയാണ് ഇറാൻ. എല്ലാ മേഖലയിലെയും യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ നിർദ്ദേശം. 30 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കണമെന്നും 14 നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അമേരിക്ക നിർദ്ദേശിച്ചത് 2 മാസത്തെ വെടിനിർത്തലായിരുന്നു. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് 30 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഭാവിയിൽ ഇത്തരം സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകണം. ഇറാന്റെ അതിർത്തിയിൽ നിന്ന് US സേനയെ പിൻവലിക്കണം. നാവിക ഉപരോധം അവസാനിപ്പിക്കണം. മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ മോചിപ്പിക്കണം. നഷ്ടപരിഹാരം നൽകണം. ഉപരോധങ്ങൾ പിൻവലിക്കണം. ലബനനിലെ ആക്രമണം അവസാനിപ്പിക്കണം. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന പുതിയ സംവിധാനം ഏർപ്പെടുത്തണം എന്നൊക്കെയാണ് ഇറാന്റെ ആവശ്യങ്ങൾ. എന്തായാലും ഇതിൽ അമേരിക്ക എന്ത് നിലപാടെടുക്കുമെന്ന് ലോകം ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇറാൻ അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന ആരോപണവുമായി US പ്രസിഡന്റ് എത്തുന്നത്.